ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് USS മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്, 600 രൂപയ്ക്ക് വാങ്ങിയ സാധനം 720 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയായിരിക്കും? നമ്മൾ വാങ്ങിയത് 600 രൂപയാണ്, വിറ്റത് 720 അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ലാഭമാണ് അല്ലേ. അതിൻ്റെ ശതമാനം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 25%, B 20%, C 30%, D 40%. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? അപ്പോൾ നമുക്ക് ലാഭം കാണണമെങ്കിൽ എത്രയാണ്? ലാഭശതമാനം കാണണമെങ്കിൽ നമ്മൾ വിറ്റ സാധനം എത്ര രൂപക്കാണോ വിറ്റത് അതിൽ നിന്നും നമ്മൾ വാങ്ങിയത് മൈനസ് ചെയ്യാം. അപ്പോൾ 720 മൈനസ് 600 എത്രയാണ്? 120 അപ്പോൾ നമുക്ക് എത്രയാണോ ഉത്തരം കിട്ടിയത്? എത്രയാണ്? 120 ലാഭം കിട്ടിയത്. ഇനി നമ്മളോട് പറഞ്ഞത് ലാഭശതമാനം എത്രയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ലാഭശതമാനം കാണണമെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ലാഭശതമാനം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ എത്രയാണ്? എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതിൻ്റെ സാധനം? 600 രൂപക്കാണ്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ശതമാനമാണ് കിട്ടുക? 20%. അപ്പോൾ നമുക്ക് ലാഭശതമാനം എത്രയെന്നുള്ള ക്വസ്റ്റ്യനിലെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 20%. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1500 രൂപ വിലയുള്ള ഒരു സാധനം 10% ലാഭം കിട്ടണമെങ്കിൽ എന്ത് വിലക്കാണ് വിൽക്കേണ്ടത്? 1500 രൂപ വിലയുള്ള ഒരു സാധനം 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ എ 1600 രൂപ, ഓപ്ഷൻ ബി 1650 രൂപ, ഓപ്ഷൻ സി 1700 രൂപ, ഓപ്ഷൻ ഡി 1750 രൂപ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക ഉത്തരം കിട്ടണമെങ്കിൽ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിറ്റ വില കാണണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നല്ല ചോദ്യം വന്നിട്ടുള്ളത്. ലാഭം കിട്ടണമെങ്കിൽ എന്ത് വിലക്കാണ് അത് വിൽക്കേണ്ടത്? അപ്പോൾ നമ്മൾ വിറ്റ വില ഇസ് ഈക്വൽ ടു 100 പ്ലസ് ലാഭം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില ചെയ്താൽ നമുക്ക് എത്രയാണ് വിറ്റ വില എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1500 രൂപ വിലയുള്ള സാധനം ഇൻറ്റു 100 പ്ലസ് എത്ര ശതമാനം ലാഭം? 10%. 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 1500 ഇൻറ്റു 100 പ്ലസ് 10 110 ഡിവൈഡഡ് ബൈ 100 = 1650 രൂപ. അപ്പോൾ നമുക്ക് എന്ത് വിലക്കാണ് 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര വിലക്കാണ് വിൽക്കേണ്ടത്? ഓപ്ഷൻ ബി 1650 രൂപക്കാണ് വിൽക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. 150 രൂപയ്ക്ക് ഒരു ജോഡി ചെരുപ്പുകൾ വിറ്റപ്പോൾ ഒരു വ്യാപാരിക്ക് 25% നഷ്ടം സംഭവിച്ചുവെങ്കിൽ ആ ചെരുപ്പുകളുടെ വാങ്ങിയ വില എത്രയായിരിക്കും? 150 രൂപയ്ക്ക് ഒരു ജോഡി ചെരുപ്പുകൾ വിറ്റപ്പോൾ ആ വ്യാപാരിക്ക് 25% നഷ്ടമാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ചെരുപ്പുകളുടെ വാങ്ങിയ വില എത്രയായിരിക്കും? ഇത് നമ്മളെങ്ങനെ കാണാം? അതിനു മുമ്പ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓപ്ഷൻ സി 250 രൂപ, ഓപ്ഷൻ ബി 150 രൂപ, ഓപ്ഷൻ സി 210 രൂപ, ഓപ്ഷൻ ഡി 200 രൂപ. ഇപ്പം എങ്ങനെ നമ്മൾ കാണിക്കാം? നമുക്ക് ആ ചെരുപ്പങ്ങളുടെ വാങ്ങിയ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 100/100 മൈനസ് നഷ്ടം എത്രയാണ് വെച്ചാൽ അത് ഇൻറ്റു വിറ്റ വില നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാം? വാങ്ങിയ വില കിട്ടണമെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എത്ര ശതമാനമാണ്? 25 ഇൻറ്റു വിറ്റ വില എത്ര രൂപക്കാണ്? ഒരു ജോഡി ചെരുപ്പുകൾക്ക് 150 രൂപ വെച്ചാണ് വിറ്റത്. അപ്പോൾ 150 = 100 ഡിവൈഡഡ് ബൈ
100 മൈനസ് 25, 100 25 പോയാൽ 75, 75 ഇൻറ്റു 150. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 150 എത്രയാണ്? 200 രൂപ. അപ്പോൾ ആ ചെരുപ്പുകളുടെ വാങ്ങിയ വില എത്രയാണ്? 200 രൂപ. ഓപ്ഷൻ ഡി 200 രൂപ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 160 രൂപയ്ക്ക് വിറ്റപ്പോൾ കച്ചവടക്കാരന് 20% ലാഭമുണ്ടായി. 30% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 330, ഓപ്ഷൻ സി 390, ഓപ്ഷൻ ഡി 320. അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെ കാണുക? വാങ്ങിയ വില = 360 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120 = 300. അപ്പോൾ 30% ലാഭം കിട്ടണമെങ്കിൽ എങ്ങനെ കാണണം? 300 ഇൻറ്റു 100 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 300 ഇൻറ്റു 100 പ്ലസ് 30 130 ഡിവൈഡഡ് ബൈ 100 = എത്രയാണ്? 390 ആണ്. അപ്പോൾ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 390. 30% ലാഭം കിട്ടുവാൻ എത്ര രൂപക്കാണ് വിൽക്കേണ്ടി വരിക? 390 രൂപക്കാണ് വിൽക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ഒരാൾ ഒരു സൈക്കിള് 10% ലാഭത്തിന് വിറ്റു. വിറ്റ വിലയേക്കാൾ 1200 രൂപ കൂടുതൽ കിട്ടിയിരുന്നുവെങ്കിൽ അയാളുടെ ലാഭം 30% ആകുമായിരുന്നു. എങ്കിൽ അയാൾ എത്ര രൂപക്കാണ് ആ സൈക്കിൾ വാങ്ങിയത്? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ 6000 രൂപ, ഓപ്ഷൻ ബി 5000 രൂപ, ഓപ്ഷൻ സി 5500 രൂപ, ഓപ്ഷൻ ഡി 5200 രൂപ. എത്രയായിരിക്കും? വാങ്ങിയ വിലയുടെ 130% മൈനസ് വാങ്ങിയ വിലയുടെ 110% എത്ര രൂപ വരിക? 1200 രൂപയാണ്. അതിൽ വാങ്ങിയ വിലയുടെ 20% എന്ന് പറഞ്ഞാൽ 1200. ഇനി വാങ്ങിയ വില = 1200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20 = 6000 രൂപ. അപ്പോൾ ഉത്തരം എത്രയാണ് വരിക? ഓപ്ഷൻ എ 6000 രൂപ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 മാങ്ങകൾ വിറ്റപ്പോൾ 10 മാങ്ങകളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചെങ്കിൽ ലാഭശതമാനം എത്രയായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 25%, ഓപ്ഷൻ ഡി 15%. എങ്ങനെയാണ് ഉത്തരം എത്രയാണ് വരിക? നോക്കാം. ലാഭശതമാനം കാണണമെങ്കിൽ എങ്ങനെയാണ്? 10 ഡിവൈഡഡ് ബൈ 50 മൈനസ് 10 ഇൻറ്റു 100. അപ്പോൾ എന്താണ്? 10 ഡിവൈഡഡ് 50 മൈനസ് 10 40. 10 ബൈ 40 ഇൻറ്റു 100 = 25%. അപ്പോൾ എത്രയാണ് ലാഭശതമാനം? 25%. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 25%. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്രയായിരിക്കും? 5 സാധനം വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 25%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി 35%. എത്രയാണ്? എക്സ് സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം y/x × 100 ആണ്. എന്ന് വെച്ചാൽ 1/5 × 100. അപ്പോൾ എത്രയാണ്? 20%. അപ്പോൾ ആൻസർ എത്ര വരിക? 20%. ഓപ്ഷൻ ബി 20%. ഓക്കെ, നേരത്തെ കണക്ക് നമ്മൾ ചെയ്തല്ലോ. 50 മാങ്ങകൾ വിറ്റപ്പോൾ 10 മാങ്ങകളുടെ വിറ്റ വില ലാഭമായി ലഭിച്ചെങ്കിൽ ലാഭശതമാനം എത്രയെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ നിന്നത് കേട്ടോ. അത് എങ്ങനെ നമ്മൾ കാണിക്കുന്നതാണ്? ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം നമ്മൾ കണക്കാക്കുന്നത് y ഡിവൈഡഡ് ബൈ x മൈനസ് y ഇൻറ്റു 100 എന്നാണ്.
അപ്പോൾ അതിലിപ്പോൾ വൈ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എത്രയാണ് 10/x-y 50 - 10 × 100 അങ്ങനെ 10/40 × 100 = 25%. അങ്ങനെയാണ് കേട്ടോ കിട്ടിയത്.